കീഴുറുമ്പ് പഞ്ചായത്തിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച യുവ കർഷകനായ യാസറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. യാസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം വർണ്ണിക്കാനുണ്ട്. യാസർ സ്റ്റുഡൻസാണ്, അതിലുപരി ഒരു മൃഗസ്നേഹിയാണ്. ഒരു വലിയൊരു ആട് ഫാം തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോടായി പങ്കുവെക്കാൻ പോകുന്നത്. യാസറിൻ്റെ വളരെയധികം മനോഹരമായ വീടായി കാണുന്നത്. അദ്ദേഹം ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുയൽ കൃഷിയുണ്ട്. വളരെയധികം നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ആട് കൃഷിയുണ്ട്, ആട് കൃഷിയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വിദ്യാർത്ഥി ഇദ്ദേഹം ഈ ആടിന് തീറ്റ കൊടുക്കുന്നത് ഇതുപോലെയാണ്. നമ്മുടെ കയർമേൽ ഇതേപോലെ നമ്മുടെ പ്ലാവിൻ്റെ ഇല കെട്ടിത്തൂക്കിയതിനു ശേഷം ഇതേപോലെ ഇടും. ഇങ്ങനെ ഒരു 10 ദിവസത്തേക്കുള്ള തീറ്റയുണ്ട് ഇത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് എടുക്കാം. നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ എന്തെല്ലാം ആളുകളുണ്ട് എന്ന്. ഇവിടെ എന്തൊക്കെ ആളുകളുണ്ട്, അതെല്ലാം ഇനങ്ങൾ? ഇവിടെ ഇപ്പം ഹൈദരാബാദുണ്ട്, കിലോയുണ്ട്, പിന്നെ റെഡ് ബീറ്റല്, ബീറ്റല്, മലബാരി, പിന്നെ ഇതിന് സങ്കരി ക്രോസ് ഫീഡായിട്ട് വരുന്ന ഐറ്റംസ്. ഈ മേഖലയോട് എന്താ താല്പര്യം കൂടാൻ കാരണം? അതുണ്ടാവുന്ന ഒരു ഐശ്വര്യമാണ്. എല്ലാവരുടെ വീട്ടിലും ആടുണ്ടാവുന്നത് നല്ലതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആരാ ഇതിന് അവയർനെസ് തന്നത്? ഇത് ഉപ്പാക്ക് തോന്നിയൊരു ചെറിയ ക്രേസാണിത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഞാനും അപ്പോൾ ആവശ്യക്കാർക്ക് നിങ്ങൾ ആട് എത്തിച്ചു കൊടുക്കും? ആവശ്യക്കാർ വന്നാൽ ആട് കൊടുക്കാവുന്നതാണ്. എത്രയും നമ്പർ? 8129350963. അപ്പോൾ നിങ്ങൾ ഈ ആട് ഈ കൂടൊക്കെ നിർമ്മിച്ചത് നിങ്ങൾ സ്വന്തമാണ് അല്ലെങ്കിൽ വേറെ ആളുടെ സഹായത്തിലാണോ? ഇത് ഞങ്ങൾ 2 ആൾക്കാർ ഫ്രണ്ട്സായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ സഹായിച്ചിട്ടാണ് ഞങ്ങൾ കൂട് പണിയെടുക്കുന്നത്. അപ്പോൾ വേറൊരു കർഷകന് ഈ കൂട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താലും മതി. അത് എത്രയാണ് നമ്പർ? അവരെ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ യാത്ര ഇതെന്താണ് സംഭവം? ഇതെന്ന് വെച്ചാൽ ആടുകൾ തുറന്നിടുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ പാത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ ഇതൊക്കെ ഉള്ള ഐഡിയ വെച്ചാൽ ഓരോ തന്നെ പറഞ്ഞിട്ടുള്ള അതിൽ ചിലവില്ലാതെ പെട്ടെന്നൊരു. അപ്പോൾ എൻ്റെ ഐഡിയപരമായിട്ടാണ് ഈ പാത്ത് ഉണ്ടാക്കിയത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ അവൻ്റെതാണ് മെയിൻ. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ വർക്കുകൾ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ യാത്ര ഇത്രയും മനോഹരമായ കൂട് ആരാണ് നിർമ്മിച്ചത്? നിങ്ങൾ സ്വയം നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തതാണോ? ഇത് 2 ആൾക്കാരെ വെച്ച് ചെയ്തിട്ടാണ്. അതിൻ്റെ പേര് അബ്ബാസ്, ജുറൈജ്, 2 ആൾക്കാരാണ്. അപ്പോൾ അബ്ബാസും ജുറൈജും രൂപകൽപ്പന ചെയ്ത കൂടാണ് ഇല്ലേ? അവര് ഒരു ഐഡിയ വെച്ചിട്ട് ഒരാളെ ഹൈറ്റിൽ ഉണ്ടാക്കിയ കൂടാണ്. ഒരു 1.80 ഹൈറ്റിൽ, പിന്നെ 15 മീറ്റർ. അപ്പോൾ അവരെ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടോ? കോൺടാക്ട് നമ്പർ ഉണ്ട്. എത്രയാണ് അത്? ജുറൈജിനാണെങ്കിൽ 9495 81 55 03. ഇനി അബ്ബാസാക്കാണെങ്കിൽ 90 72 86 04 70. അപ്പം നമ്മുടെ സുഹൃത്ത് ഈ പിന്നെ മികച്ച യുവകർഷകൻ കൂട് നിർമ്മിച്ചത് വളരെ ശാസ്ത്രീയപരമാണ്. ഇത് 1.72 ഹൈറ്റിലാണ് നിർമ്മിച്ചത്. കാരണം ഇതിലെ വാസനകളും കാര്യങ്ങളൊന്നും ആടിന് കിട്ടാതിരിക്കാൻ വേണ്ടി നല്ല ഹൈറ്റിൽ നിർമ്മിച്ചു. അതേപോലെ തന്നെ ഈ കൂടിൻ്റെ അടിയിൽ എന്താണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. എന്താണ് ഇതിനുള്ളിൽ ഉണ്ടാക്കിയത്? ഇത് കുറച്ച് കോഴികളും പിന്നെ ടർക്കി അങ്ങനത്തെ ഐറ്റംസ് ഇതിൻ്റെ അടിയിലിട്ടാണ്. ഇതിനോടനുസരിച്ച് അതിനുള്ള ഫുഡ് അതിൻ്റെ വേസ്റ്റ് തന്നെ ഇതിന് ഫുഡും കിട്ടും ചെയ്യും. അപ്പോൾ ഇത് കാഷ്ട ഇതിൻ്റെ ഉള്ളിൽ പോലെ അല്ല, ഇതിന് പാത്തി വെച്ച് ഞങ്ങളൊരു അറേഞ്ച് ഒരു ഓർഡർ വെച്ച് പാത്തിക്ക് ഇത് വീണിട്ട് അവിടുന്നാണ് കാഷ്ടം മൂന്ന് വേറെ തിരിച്ചിട്ട് മൂത്രം വേറെ വയ്ക്കും, കാഷ്ടം വേറെ ഇരിക്കും പോകും. അപ്പോൾ ഈ കൂടിൻ്റെ അടിയിൽ ഇതേപോലെ ഷീറ്റ് സരിച്ച് വിരിച്ചതിന് ശേഷം ആ ഷീറ്റിൻ്റെ മുകളിലൂടെയാണ് ഈ ആട്ടും കാഷ്ടവും മൂത്രം പോകുന്നത്. ആ ഗ്യാപ്പിൽ ഷീറ്റ് വെച്ചതിൻ്റെ അടിയിൽ കോഴി വളർത്തുന്നതാണ്. അപ്പോൾ വളരെ ശാസ്ത്രീയപരമായി ടെക്നിക്ക് പരമായി ഉണ്ടാക്കിയ ഒരു കൂടാണിത്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് കാണുക തന്നെ ചെയ്യാം. ഇതാണ് കൂട്ടിലെ കാഴ്ച. ഈ കൂട്ടിലെ വളരെയധികം പ്രത്യേകമായിട്ട് ആളുകൾക്ക് എല്ലാ സൗകര്യം തന്നെയുണ്ട്. ഇതെന്താണ് സംഭവം? ഇത് കൂട്ടിലായിരിക്കൊണ്ടെങ്കിൽ അത് പുറത്ത് മായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിന് തുറന്നിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനും വേണ്ടി ഫുഡ് വെക്കാൻ കൊത്തി നല്ല അടിപൊളി പാട്ടൊക്കെ കേൾക്കാം ആളുകൾക്ക്. വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ആളുകൾ വളരെ അധികം. ഇതെന്താ ഈ പാട്ട് വെച്ചത്? പാട്ട് കേട്ട് പുറത്തെ സൗണ്ട് ഇവിടെ കേൾക്കുന്നത് ഒച്ചപ്പാട് പാനിക്കായാലും പാട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മരുന്നുകൾ നിങ്ങൾ കുത്തിവെപ്പ് നടത്തുന്നുണ്ടോ? കുത്തിവെപ്പ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അതായത്
മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ വന്ന് ആവശ്യം കിട്ടുന്നത്. ഈ കൂടിന് നമ്മൾ ഗവൺമെന്റ് സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ടോ? അത് അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തിനു പേര് പഞ്ചായത്തിൻ്റെ 4 ലക്ഷം രൂപ വരെയുള്ളൊരു സബ്സിഡിയുള്ള ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കർഷകരായ ഈ ആട് ഫാം കൃഷിയിലേക്ക് താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും പഞ്ചായത്ത് മുഖേനയും ബ്ലോക്ക് മുഖേനയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മുഖേനയും ധാരാളം സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്. അത് പല ആളുകളും അറിയുന്നില്ല. അതെല്ലാം നേടിയെടുക്കണം. അത് മെമ്പർമാർ മുഖേനയും മറ്റുള്ള ഇതിനെ ബന്ധപ്പെട്ട ആളുകൾ മുഖേനയും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഈ അനിമൽ ഫീൽഡിലെ എല്ലാ മേഖലയിലും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. അത് പല ആളുകളും അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത മനോഹരമായ കാഴ്ചയാണ്. ഇത് ഏതാ ഇനം? അപ്പൊ ഇതേതാ ഇനം? ഇത് ഹൈദരാബാദി, ഇത് തോത്താപ്പാരി, പിന്നെ ഇത് ഹൈദരാബാദി മെയിലാണ്. ഇത് ചെയ്യുന്നത് വേണ്ടല്ലോ 19 ഇഞ്ച് മുതലുണ്ട്. അപ്പൊ നമ്മള് പല ആളുകൾക്കുള്ള ആശങ്ക എന്താ വെച്ചാല് കുറേ സ്ഥലം വേണം എന്നെങ്കിലേ പിന്നെ ആടിനൊക്കെ വളർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. ആ ഒരു ചിന്താഗതി ഞാൻ ഇവിടെ വന്നോടുകൂടി ഞാൻ മാറി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവം? ഇവിടെ കുറേ സ്ഥലമൊന്നും വേണ്ട ആട് വളർത്താൻ. ഇവിടെ ആവശ്യമുള്ള ഫുഡ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആട് വളർത്താം. അപ്പം പുറമെ വിടാതെ തന്നെ ഉള്ളില് ആടുകൂടിന്റെ ഉള്ളിൽ തന്നെ ഇവരെ വളർത്താം. ഈ മഴക്കാലമുള്ള സമയത്ത് ഞങ്ങൾ ഇതിന് തുറന്നിടാറില്ല. തുറന്നിട്ട് അതിന്റെ ശരീരമായിട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ മനോഹരമാണ് ഇവിടുത്തെ ആടുകൂട്. വളരെയധികം ടെക്നോളജി പരമായിട്ട് ഉണ്ടാക്കിയതാണ്. വർഷങ്ങളോളം നിലനിൽക്കാൻ വേണ്ടി റൂഫിങ് വളരെ ഇരുമ്പ് ആണ് കൊടുത്തത്. ഇത് വളരെ ഒരു 10-25 വർഷത്തോളം കേടുകൂടാതെ വളരെ ടെക്നോളജി പരമായി ഉണ്ടാക്കിയ കൂടാണിത്. അതുപോലെ തന്നെ ഒരു 8 വെറൈറ്റി ഇല്ല അവിടെ? 8 കൂടുതൽ വെറൈറ്റീസ് ഉണ്ടാവും. ക്രോസ്ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഇതിൽ വിൽപ്പന ചെയ്യും. ഇവിടെ കച്ചവടക്കാർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. എല്ലാം വേണ്ടി ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും. വളർത്തുന്ന ആളുകൾക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ വലിയ ആടുകളെയും കൊടുക്കുന്നതാണ്. വളരെ നല്ലതായ രീതിയിൽ എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കുടക്കിൽ തന്നെ എല്ലാ ഇനങ്ങളും ഉണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് ഈ കൂടിലുള്ള അടിയിലുള്ള ഭാഗം വളരെയധികം ശാസ്ത്രീയപരമാണ്. ആ ടെക്നോളജി പരമായി ഉണ്ടാക്കിയ ഈ കൂടിൻ്റെ അടി കൂടി ഒന്ന് നമുക്ക് കാണാം. ഇതാണ് ഉൾവശം. മനോഹരമാണ്. ഒരു 1-1.5 സെന്റിൽ ഉണ്ടാവില്ലേ ഈ കൂട്? ഇത് നീളം 11 മീറ്ററും വീതി 4 മീറ്ററും. നീളം 11 11 ഇത് 4 അല്ല. അപ്പോൾ ഏകദേശം 8 മീറ്റർ. 6 മീറ്റർ വീതിയും നീളം 11 മീറ്റർ. അപ്പോൾ ഇതിൽ സുമാർ എത്ര ആടുകൾ വളർത്താം? ഇതിൽ ഞാനിപ്പോൾ റൂമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് 22 റൂം ഞാൻ ഉണ്ടാക്കിയത്. അതിൽ തന്നെ 22 ആടും പിന്നെ കുട്ടികളുണ്ട്. ഇപ്പം നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലേ? ഞാനും ഇവിടെ മാനേജ് ചെയ്യാൻ. നമുക്ക് കൂടിൻ്റെ അടിയിലുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാം. അത് വളരെയധികം മനോഹരമാണ്. വളരെ ശാസ്ത്രീയപരമായി ആടുകൾക്ക് ഒരു രോഗവും വരാതെ എങ്ങനെയാണ് കൂടിലുള്ള അടി ആട്ടിൻകാഷ്ടം എങ്ങനെയാണ് സംസ്കരിക്കാമെന്നും ഈ കർഷകർ വളരെയധികം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ആടുകൾ പലവിധ രോഗങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരുവിധ രോഗങ്ങളും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്ത് ഒരു വളരെയധികം ടെക്നോളജിപരമായി ഒരു ശാസ്ത്രീയപരമായി ഒരു സംഗതി അടിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി? ഇത് ഒരു വാസനയും ഇവിടെ ഇല്ല. ആടിൻ്റെ മൂത്രത്തിൻ്റെയോ അതുപോലെ തന്നെ ആട്ടിക്കാഷ്ടത്തെയോ ഒരു തന്നെ വാസനയും ഇല്ല. അതിൻ്റെ വാസന ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടെക്നോളജി നമ്മുടെ സുഹൃത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാം. ഇത് നമ്മുടെ സിമെന്റ് പാത്തി ഉണ്ടല്ലോ, നമ്മൾ ഓഫ് ചെയ്യുന്ന സിമെന്റ് പാത്തി, അത് നേരെ അടിയിലിട്ടാണ്ട് അതിൽ നിന്നും മൂത്രവും കാഷ്ടവും വേർതിരിച്ചാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആയാലാണ് ഇതിൻ്റെ സ്മെല്ലുണ്ടാവുക. അപ്പോൾ സ്മെല്ലില്ലാതിരിക്കാൻ തന്നെ ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മൂത്രം ഞങ്ങൾ ഈ തടത്തിനൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടിയിലുള്ള കാഴ്ച കാണാം. ആട് ഫാം കൃഷിയിൽ വളരെ ശാസ്ത്രീയപരമായി അതിൻ്റെ കാഷ്ടവും മൂത്രം എങ്ങനെ സംസ്കരിക്കാം എന്ന ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് യാസിർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വെച്ചാൽ ഈ പാത്തി വെച്ചുകൊണ്ട് മൂത്രവും കാഷ്ടവും ഒരേ ആ പാത്തിൻ്റെ ഇടയിൽ കൂടി വരും. അത് പാത്തി നേരെ നെറ്റിക്ക് തട്ടിയാണ്ട് മൂത്രം താഴോട്ടും നെറ്റ് വഴി
കാഷ്ടം ഈ സൈഡിലേക്കും വരും. ഇതൊരു മൂന്നാഴ്ച കൊണ്ട് ഓരോ വാരി ചാക്കിലാക്കി സെയിൽ ചെയ്യാനാണ് പതിവ്. അതുകൊണ്ട് തന്നെ സ്മെല്ലും ഉണ്ടാവില്ല, അത് ബന്ധപ്പെട്ട രോഗങ്ങളും ആടുകൾക്ക് കുറയും ചെയ്യും. ആട് ഫാമിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈറ്റുള്ള കൂടാവണം. ഒരു 2 മീറ്ററെങ്കിലും ഹൈറ്റ്, തറയിൽ നിന്ന് 2 മീറ്ററെങ്കിലും ഹൈറ്റ് വേണം. അതേപോലെ തന്നെ ആദ്യം ഈ തറയിൽ ഒരു 1/2 മീറ്റർ തറ വേണം. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ സിമൻറ്റ് ഷീറ്റ് ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ കാഷ്ടം മൂത്രം അതിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കാഷ്ടങ്ങളും മുഴുവൻ സെൻറ്ററിൽ വരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ ആ കോഴി ചിക്ക് ചെയ്യുന്ന കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ ആട്ടിൻ കാഷ്ടം ഡ്രൈ ആവുകയും അത് വാസന ഇല്ലാതാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മനോഹരമായ കാഴ്ച. നമ്മുടെ കോഴികൾ ഒരു 10-15 കോഴികൾ ഇതിലുണ്ട് അല്ലേ? ഈ കോഴിക്കളെ പണി ഇതിൻ്റെ ഉള്ളിലത്തെ പുഴുക്കളും മറ്റും ചികയുന്നു. അതേപോലെ തന്നെ അങ്ങനെ ചികഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി ഉണങ്ങുന്നു എന്നതാണ്. ഇത് എല്ലാ മഴക്കാലത്ത് വരെ ഇത് ഉണങ്ങി കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ ഈ പാത്തിയിൽ വെച്ചിരിക്കുന്ന ഈ പാത്തിന് കണക്ട് ചെയ്തിട്ട് വേറൊരു പാത്തി വെച്ചാണ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് സ്ലോപ്പായിട്ട്. ഈ സ്ലോപ്പിലൂടെ മൂത്രം ഈ നെറ്റിൽ തട്ടി കാഷ്ടം വേറെയും മൂത്രം ഇതിൻ്റെ താഴെ കൂടി ഈ ബക്കറ്റ് വീഴുകയും ചെയ്യും. ഈ ബക്കറ്റിൽ നിന്ന് എടുത്താണ്ട് അവിടെ ടാങ്കിൽ പാർന്ന് വെക്കും. അത് നിറയുമ്പോൾ ഞങ്ങൾ തടത്തിൽ ഒഴിക്കാറാണ്. എങ്ങനെ ഉണ്ടാക്കുന്നു പങ്കുവെക്കും. ഇതിന് 10 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ മൂത്രം, അതാണ് ഇതിൻ്റെ റേഷ്യോ. ഈ റേഷ്യോ വെച്ച് നമ്മൾ ചെടികൾക്കൊക്കെ അടിക്കുകയാണെങ്കിൽ അതിന് നല്ല ഫലപുഷ്ടമായ നല്ല മണ്ണും അതുപോലെ തന്നെ നല്ല വിളവും ലഭിക്കുന്നതാണ്. 10 ലിറ്റർ മൂത്രത്തിലേക്ക് 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ മൂത്രം, 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ മൂത്രം, അഥവാ 10 ലിറ്റർ മൂത്രത്തിലേക്ക് 100 ലിറ്റർ വെള്ളം എന്ന തോതിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. വളരെ നല്ല ഒരു ശാസ്ത്രീയപരമായി ഉള്ള ഒരു കൂടാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂട് നിർമ്മിക്കും. അതേപോലെ തന്നെ വളരെ ടേസ്റ്റുള്ള, വളരെ രുചിയുള്ള നല്ല ആട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ 8129350963. ഓക്കെ. ഒരു ആട്ടിൻ കൂടിൻ്റെ അടിയിൽ നമുക്ക് വളരെ രുചിയുള്ള, വളരെ ടേസ്റ്റുള്ള കോഴികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ കൂടിൻ്റെ അടിയിൽ വളരെയധികം കോഴികളെ വളർത്തുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. ഇതിലേതെല്ലാം ഇനങ്ങളുണ്ട്? ഇത് കരിങ്കോയുണ്ട്, പിന്നെ യുനാൻ ഇനം കോഴിയുണ്ട്, പിന്നെ നാടൻ കോഴികളുണ്ട്. ഒരു 5-8 വെറൈറ്റികളുണ്ടല്ലേ? 5 വെറൈറ്റി. ഈ കോഴിനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വളർത്താൻ കാരണം എന്താ? ഇതിന് ആവശ്യമായ ഫുഡ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ അത്യാവശ്യം സ്ഥലം ഉണ്ടായതുകൊണ്ട് തന്നെ തുറന്നിടേണ്ട കാര്യം, വേറെ ഒന്നും അറ്റാക്ക് ചെയ്യുന്ന കാര്യമൊന്നും പേടിക്കൊന്നും വേണ്ട. അപ്പം ഇതിൽ പ്രത്യേകമായി പറയേണ്ടത് കൂടിൻ്റെ ഉള്ളിൽ വളർത്താൻ കാരണം ഈ നമ്മുടെ കാഷ്ടത്തിൽ അഥവാ ആട്ടിൻ കാഷ്ടത്തിൽ ഇതിന് വേണ്ട പുഴുക്കൾ ധാരാളമുണ്ട്. ഈ കോഴികൾക്ക് വേണ്ട പുഴുക്കൾ ധാരാളമുണ്ട്. അത് ഭക്ഷിക്കുകയും തൽഫലമായി അത് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കോഴികളെ ആട്ടിൻകൂടിൻ്റെ അടിയിൽ വളർത്തുന്നത്. അത് വളരെയധികം നല്ല അറിവാണ്. കർഷകർക്ക് അനുകരിക്കാൻ പറ്റിയ വളരെ നല്ല അറിവാണ്. കുറഞ്ഞ സ്ഥലത്ത് 2 കൃഷികൾ നടത്താം, അഥവാ ആടും കോഴി നടത്താം എന്ന് തെളിയിച്ചൊരു മഹാനാണ് ഈ കാണുന്നത്. വളരെ സ്റ്റുഡൻസാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ് യാസറിനെ. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഒന്ന് കാണാം. കരിങ്കോയുണ്ട്. മറ്റേ അല്ല യാസറേ, ഇതേതാണ് ആട്? ഇതേത് വെറൈറ്റിയാണ്? ഇത് ബാർബറി ഇനത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു കണ്ടില്ലേ, മാൻ്റെ മാതിരിയാണ് ഇതിന് ലുക്ക് ഉണ്ടാവുക.
മാനാട് ഇതാണോ മാനാട്? ആ ഇതാണ് മാനാട് പറഞ്ഞ സാധനം. ഓ നല്ല അടിപൊളി. ഇതാണ് അതിന്റെ കുട്ടി. ആ ശരി. ഇതെങ്ങനെ റേറ്റ്? ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ഞങ്ങളാണല്ലേ? അത് കമ്പം കയറി വരുന്ന ആൾക്കാർക്ക് പറഞ്ഞാണ്. നോർമൽ ഇറച്ചി വിലക്ക് കിട്ടുന്ന സാധനമില്ല, ഇറച്ചി കൊടുക്കാൻ പറ്റിയ വിലയല്ല, മോഹവിലയാണ്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ട്? കുഞ്ഞുങ്ങള് മാക്സിമം എത്ര കുഞ്ഞുങ്ങൾ കിട്ടും? ഇതിന് ഒന്നേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ്. പാല് എങ്ങനെ? പാല് കുട്ടി കുടിക്കാനാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എന്താ യാത്രയ്ക്ക് മാനിനെ വളർത്തേണ്ടി. മാനാടാണല്ലേ? ആ കാണാണ് മാനാട്. ബാർബറി ഇനത്തിൽപ്പെട്ട മാനാടാണ്. അതുപോലെ തന്നെ അപ്പൊ കർഷകരായ ഏത് കർഷകരും ഏത് സമയത്തും വിളിപ്പുറത്ത് കിട്ടുന്നതാണ്. എല്ലാവിധ ആടുകളും, എല്ലാ വെറൈറ്റി ആടുകളും ഇവിടെ കിട്ടുന്നതാണ് യാസറിൻ്റെ അടുത്ത്. അതുകൊണ്ട് യാസറിൻ്റെ നമ്പർ ഒന്നുകൂടി പറയും. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി ആടുകളെ എത്തിച്ചു തരുന്നതാണ്. 81 29 350 963.